41 വർഷം മുമ്പ് ഇടുക്കി പനങ്കൂട്ടി ചുരുളിപ്പറമ്പിൽ കറുപ്പന്റെ മൂത്ത മകൻ മോഹനന്റെ കൈപിടിച്ച ഒരു പിടി സ്വപ്നങ്ങളുമായി കയറി വന്നതായിരുന്നു സോഫി എന്ന 18-കാരി. എന്നാൽ സോഫിയെ കാത്തിരുന്നത് ഇവിടെ മരണമായിരുന്നു. വെറുമൊരു മരണമായിരുന്നില്ല, ക്രൂരമായ കൊലപാതകം. 1981 ഡിസംബർ 17-നായിരുന്നു കേരളത്തെ തന്നെ ഞെട്ടിച്ച നരബലി നടന്നത്. തലേദിവസം രാത്രിയോടെ സോഫിയെ അർദ്ധനഗ്നയാക്കി സമീപത്തെ തോട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. പിന്നെ വീട്ടിലെത്തിച്ച് കൈകാലുകൾ ബന്ധിച്ച ബലിത്തറയിൽ കിടത്തി. മോഹനന്റെ രണ്ടാമത്തെ സഹോദരൻ ഉണ്ണി സോഫിയെ ബലിയർപ്പിച്ചു. 26ഓളം തവണ കുത്തി മുറിവേൽപ്പിച്ച് രക്തമൊഴുക്കി. രക്തം പിതാക്കന്മാരെ അടക്കം ചെയ്ത കുഴിമാടത്തിലും തളിച്ചു. ഒരു തവണ പെൺകുട്ടിയുടെ കരച്ചിൽ നാട്ടുകാർ കേട്ടു. പിന്നെ വലിയ മണിയടികളും മന്ത്രോച്ചാരണങ്ങളും ഉയർന്നു. കാര്യമറിയുവാൻ നാട്ടുകാർ പിറ്റേ ദിവസം ഇവിടെ എത്തിയപ്പോൾ കറുപ്പന്റെ ഭാര്യ ഇവരെ വാക്കത്തിയെടുത്ത് ആക്രമിച്ചു. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റു. ഈ കേസിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതോടെയാണ് നരബലിയുടെ കഥയും പുറം ലോകമറിയുന്നത്. അപ്പോൾ എനിക്കിവിടെ ചുമടിൻ്റെ പണിയായിരുന്നു. ഞാൻ ചുമടെടുക്കാണ്ട് വന്നപ്പോൾ വെളുപ്പിന് ഒരു 5:30 വന്ന് പോലീസ് കൊണ്ട് ഞാൻ പോകണമുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ വന്നപ്പോൾ കുറേ പോലീസുകാർ ഇവിടെ നിൽപ്പുണ്ട് ഈ കടക്കിലേ. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഇന്ന സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ അറിയണേ. മാന്തി എടുത്തപ്പോൾ പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് നഗ്നമായിട്ട് കിടത്തേക്കാളും കുറേ ശൂലത്തിൽ കുത്തി കുറേ കുത്തുണ്ടായിരുന്നു. മേത്തോടെ തടയിലും മേലും നിറച്ച് കുത്തുണ്ടായിരുന്നു. അപ്പോൾ സ്കെല്ലാം എടുത്ത് കിടത്തി. എന്നിട്ട് ഈ കുത്തും ഇതെല്ലാം ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങളോട് എല്ലാവരും മാറിപ്പോക്കൊള്ളാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം മാറ്റുകയും ചെയ്തു. മൃതദേഹം കുഴിച്ചെടുക്കുമ്പോഴും രാധ പറഞ്ഞത്, നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ അവൾ ഉയർത്തെഴുന്നേൽക്കുകയും തങ്ങൾക്ക് നിധിയും കിട്ടിയേനെ. നരബലി നടത്തി കഴിഞ്ഞാൽ ഒരു കമ്പി അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു ഈ കുഴിച്ചിട്ട് ശരീരത്തിന് മേളിൽ. അപ്പോൾ ഈ കമ്പി സ്വർണ്ണമായി കിട്ടുമെന്നാണ് ഇവർ പറയണേ. ഈ രാധാവിനെ പെണ്ണുമ്പിള്ള നിങ്ങൾ 15 ദിവസം നോക്കിയെങ്കിൽ ആ പെണ്ണ് ഉയർത്തും വരും, എണിച്ചും വരും, ഈ കമ്പി സ്വർണ്ണമായിട്ടും കിട്ടും എന്നാണ് ഇവരുടെ ആത്മവിശ്വാസം കൊണ്ട് അവർ പറയണതെന്ന് കേരളത്തിൽ. പോസ്റ്റ്മോർട്ടം നടത്തി ഈ വീടിന്റെ മുമ്പിലുള്ള തെങ്ങിൻ ചുവട്ടിൽ സോഫിയെ അടക്കം ചെയ്തു. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു. മോഹനൻ ജയിലിൽ കഴിയവേ തന്നെ മരണപ്പെട്ടു. വീടും സ്ഥലവും വക്കീലിന് എഴുതി നൽകിയാണ് കേസ് നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീട് ഈ സ്ഥലം പലരും വാങ്ങി. എന്നാൽ സോഫിയുടെ ചോരയും കണ്ണീരും വീണു കുതിർന്ന ഈ മണ്ണ് ഇന്നും ഒരു ശ്മശാന ഭൂമിയായി കിടക്കുകയാണ്. നവോത്ഥാനത്തെക്കുറിച്ചും സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ചും അഭിമാനം കൊള്ളുന്ന നമുക്ക് മുമ്പിൽ ഒരു കറുത്ത അധ്യായമായി. അന്ധവിശ്വാസത്തിന്റെ ഭ്രാന്തൻ ചിന്തകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച സോഫിയുടെ ആ രാത്രിയിലെ കരച്ചിൽ ഇന്നും ഇവിടെ മുഴങ്ങി കേൾക്കാം. ഒരു സ്മാരകമായി തകർന്നു വീണ ഈ വീട് മാത്രമാണ് അവശേഷിക്കുന്നത്. തൊട്ടടുത്ത തെങ്ങിൻചോട്ടിൽ സോഫി അന്തിയുറങ്ങുന്നുണ്ട്. ഇനി ഇത്തരമൊരു കാഴ്ചയും വാർത്തയും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് സാംസ്കാരിക കേരളം ആഗ്രഹിക്കുന്നത്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.